ഹായ് ഫ്രണ്ട്സ്, ഇൻ്റർനാഷണൽ ആർട്സിൽ വിഡ്രോവൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇന്ന് 2 മണിക്ക് വരുമെന്ന് മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്തിരുന്നു. അവിടെ വിഡ്രോവൽ പേജിൽ പോയാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക. നമ്മുടെ ബിസിനസ് എമൗണ്ട് എത്ര എമൗണ്ട് ഉണ്ടെന്നും ആ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് പാസ്വേഡ് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ഫോം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജാണ് കാണിക്കുന്നത്. പ്ലീസ് ടോപ്പ് അപ്പ് ഐ ഡി ബിഫോർ വിഡ്രോവൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐ ഡി ടോപ്പ് അപ്പ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യണം. എങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ മെനു ബാർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ യൂസർ ടോപ്പ് അപ്പ് ആക്ടിവേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ പോയാൽ നമ്മുടെ യൂസർ ഐ ഡിയും അവരുടെ പിന്ന് ഇവിടെ കൊടുക്കാനുമാണ് പറയുന്നത്. പക്ഷേ ഈ പിന്ന് നമുക്ക് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യാൻ പിൻ മാനേജ് എന്ന ഓപ്ഷനിൽ പോയിട്ട് റിക്വസ്റ്റ് പിൻ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇവിടെ ഒരു പാക്കേജ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ 2799 രൂപയാണ് ഒരു പാക്കേജിൻ്റെ റേറ്റ് പറയുന്നത്. ഒരു പിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അതിന് 2799 രൂപ ഒരു ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 2799 രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതിൽ 2071 രൂപ ഡിസ്കൗണ്ട് കഴിച്ച് 728 രൂപ നമ്മളോട് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ 728 രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ ഈ QR കോഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേടിഎം വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ റെസീപ്റ്റ് നമ്മുടെ ചൂസ് ഫയലിൽ പോയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം ആ റെസീപ്റ്റിൽ കാണുന്ന ട്രാൻസാക്ഷൻ ഐ ഡി ഒരു 12 അക്ക ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാകും. അത് നമ്മൾ ഇവിടെ UTR നമ്പർ സ്ലിപ്പ് നമ്പർ എന്ന ഈ ഓപ്ഷനിൽ അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ 728 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ പിന്ന് നമുക്ക് അയച്ചു തരും. ആ പിന്ന് നമ്മൾ ഈ മെനു ബാറിൽ പോയിട്ട് ഇവിടെ പിൻ മാനേജ് എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഫ്രഷ് പിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പിന്ന് ഇവിടെ നമുക്കിവിടെ വന്ന് കിടക്കുന്നുണ്ടാകും. പിന്ന് ആ പിന്ന് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ആ ടോപ്പ് അപ്പ് ആക്ടിവേഷൻ എന്ന ഓപ്ഷനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ പിന്ന് നമ്മളിവിടെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിൻ എന്നുള്ളിടത്ത് നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ പിന്ന് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ഫോം എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആകും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ സംഭവം ഇപ്പോൾ ഞാൻ ഈ കാണിച്ച സംഗതികളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും സ്വന്തം റിസ്കിൽ ചെയ്യുക. നമ്മളുടെ ഈ ഐ ഡി ആക്ടിവേഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന ഒരു വലിയ എമൗണ്ട് ഉണ്ട്. പലതും ചെറുതും പലർക്കും പല രീതിയിൽ ഓരോരുത്തരും ചെയ്തിട്ടുള്ള വർക്കിനെ ആസ്പദമാക്കി നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന ഈ എമൗണ്ട് മുഴുവൻ അതേപടി നമുക്ക് ഈ ഒരു 728 രൂപ ആക്ടിവേഷൻ ചെയ്തത് കൊണ്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ വിഡ്രോവൽ ഓപ്ഷൻ വരുന്നതിന് മുമ്പ് ഐ ഡി അടിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഡിസ്കൗണ്ടിലൂടെ ഈ പിന്ന് പർച്ചേസ് ചെയ്യാനും ആക്ടിവേഷൻ ചെയ്യാനും പറ്റുള്ളൂ, ടോപ്പ് അപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി ഈ സമയത്തിന് ശേഷം പുതുതായി ജോയിൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് ഈ ഫുൾ പേയ്മെൻറ്റ് 2799 രൂപ ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ അവരുടെ ഐ ഡി ടോപ്പ് അപ്പ് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ മാത്രം ചെയ്തതുകൊണ്ട് നമുക്കത് വിഡ്രോവൽ നടന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ ഡൗൺലൈനിൽ വന്നിട്ടുള്ള ആളുകൾ കൂടി അവിടെ ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ രീതി പിന്നീട് വരുന്നത് എന്ന് നമുക്കത് ടോപ്പ് അപ്പ് ചെയ്ത് നോക്കി ആയിട്ട് അതിൻ്റെ പിന്ന് വന്ന് നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് വിഡ്രോവൽ കൊടുക്കുമ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ടേ നമുക്കതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ സംഭവം കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഓരോരുത്തരുടെയും സ്വന്തം റിസ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് പോകാം, അതല്ലെങ്കിൽ അത് വിട്ടുകളയുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൺസെപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ
കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തരക്കേടില്ലെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു തന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം പോലെ. ഇപ്പോൾ നമുക്കാർക്കും പൈസ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തുടർന്ന് പോകണോ വേണ്ടേ എന്നുള്ളത് സ്വന്തമായിട്ട് തീരുമാനിക്കാവുന്നതാണ്. ബാക്കി അതിൻ്റെ ഭാവിയിൽ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ വിസിബിൾ ആകുന്നുണ്ട് സൈറ്റിൽ. അതൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തരുടെ താല്പര്യം പോലെ മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഗുണകരമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓരോരുത്തരും അവരവരുടെ സ്വന്തമായ റിസ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുകളയാം. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.